ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി ഓണം എല്ലാവർക്കും. ഞങ്ങൾക്ക് ഇത്തവണ അങ്ങനെ കാര്യമായ രീതിയിലുള്ള ഓണാഘോഷമൊന്നുമില്ല. ഓണാഘോഷം മാത്രമല്ല, ഒരു വർഷത്തേക്ക് പ്രത്യേകിച്ച് യാതൊരു ആഘോഷങ്ങളും ഇല്ല. കാരണം അമ്മമ്മ മരിച്ചിരിക്കുന്നുണ്ട്. അമ്മയുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ആഘോഷങ്ങളും നമുക്കില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്, അനിയനെ വിളിക്കാൻ പോകുന്ന വീഡിയോയിലൊക്കെ ഞാനും അച്ഛനും ഒരേ ഡ്രസ്സാണ്. അനിയൻ വരുമ്പോഴും അനിയനും സെയിം ഡ്രസ്സ്. ശ്രദ്ധിച്ചാൽ മതി, എല്ലാ വീഡിയോയിലും ഞങ്ങൾ 3 പേരും ഒരേ ഡ്രസ്സാണ്. വണ്ടിയുടെ ഹോണടി കേട്ടപ്പോൾ പട്ടിക്കുട്ടന്മാരൊക്കെ വന്നതാണ് കേട്ടോ. പിന്നെ എന്താ, അനിയൻ വരുമ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇത് അനിയൻ വരുമ്പോൾ മാത്രമാണ് ഞങ്ങളിതൊക്കെ കഴിക്കുന്നത്. കാരണം ഞങ്ങളിതങ്ങനെ ബേക്കറി ഐറ്റംസും സാധനങ്ങളൊന്നും വീട്ടിൽ മേടിക്കാറില്ല. അതുകൊണ്ട് തന്നെ അനിയൻ വരുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. പിന്നെ അതൊക്കെ കൂട്ടി കുറച്ച് നേരം ചായയൊക്കെ കുടിക്കും. ഇനി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, അതാണ് അടുത്തൊരു പരിപാടി. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പച്ചപ്പട്ടാണി. അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും വരുമ്പോൾ അത് കൊണ്ടുവരും. പച്ചപ്പട്ടാണി എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഇതെല്ലാം നീറ്റാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ പഠിക്കാനിരിക്കാൻ. അനിയനെ വിളിക്കാൻ പോകുന്നതിന് മുന്നേ 5 മണിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് 5 മണി മുതൽ 6 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചു. എന്നിട്ടാണ് ഇവനെ വിളിക്കാൻ പോയത്. കാരണം എക്സാം ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ടല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വായിച്ചു. ഇനി ഒന്ന് റിവിഷൻ ചെയ്യണം. അപ്പം ഞാൻ ഇന്നെന്തായാലും എക്സാമിലുള്ള പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ വായിക്കാനുള്ള സമയമുള്ളൂ. വേറെ ടോപ്പിക്സ് ഒന്നും വായിക്കാനുള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിറ്റമടിക്കുന്ന പരിപാടി എൻ്റെ അല്ല കേട്ടോ, അച്ഛനാണ് വീട്ടിൽ മിറ്റമടിക്കാറ്. രാവിലെയും വൈകുന്നേരം ഒക്കെ അച്ഛനാണ് മിറ്റമടിക്കാറ്. അപ്പോൾ ഇന്ന് അച്ഛൻ പുറത്തോട്ട് പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പണി ഏറ്റെടുത്തത്. ഇപ്പം ഞാൻ അടിച്ചില്ലെങ്കിലും അച്ഛൻ വന്ന് അച്ഛൻ തന്നെയാണ് അടിക്കുന്നത്. ഭയങ്കരമായിട്ട് ചവറൊക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, ഞാൻ ഗാർഡനിലോട്ട് ഇറങ്ങിയിട്ടും കുറച്ച് ദിവസമൊക്കെ ആയി. അപ്പോൾ ചെടികളൊക്കെ നോക്കാലോ എന്ന് കരുതി ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഒരു ഉഗ്രം പണി കിട്ടിയിട്ടായിരുന്നു. ഒരു ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് നീറ്റാക്കണം. അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ശരിക്കും മുറ്റത്തോട്ട് ഇറങ്ങിയത്. കണ്ടില്ലേ, ഈ ഒരു ചട്ടി ഞാൻ അന്ന് മേടിച്ച കൂട്ടത്തിലുള്ള ചട്ടിയായിരുന്നു. അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി. പട്ടികൾ മതിൽ ചാടിയപ്പോൾ സംഭവിച്ചതാണ്. അമ്മ അവിടെ വെക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കുറച്ച് ഭാഗം ഒന്ന് ഒഴിച്ചിട്ട് വെച്ചാൽ മതി, സാധാരണ അവരങ്ങനെ ചാടിപ്പോകുന്ന കാണാറുണ്ടെന്ന് പറഞ്ഞു അമ്മ. അപ്പം ഞാൻ അത് കാര്യമാക്കിയില്ല. ഗേറ്റ് അടഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് പോകാൻ വഴിയില്ലാത്തപ്പം ചാടി പോയതാണ് സംഭവം. പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ നല്ലൊരു പണി കിട്ടി കാലത്ത് തന്നെ. സത്യം ഒരു ദിവസം അങ്ങനെ കിടന്നിട്ട് കേട്ടോ. ഞാൻ പിന്നെ സമയമില്ലായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴത്തേക്കും അച്ഛൻ വന്നു കേട്ടോ. മീൻ മേടിക്കാൻ പോയതായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ പൂച്ചക്കുട്ടികൾ വന്നിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ പോയി വരുമ്പോഴൊക്കെ മീൻ കൊണ്ടുവരുമെന്ന് അറിയാം. അപ്പോൾ പിന്നെ ഇനി അച്ഛൻ്റെ പിന്നാലാണ് അവരൊക്കെ. വേണ്ട ഒരു ചട്ടി പൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ഥിരം പൂച്ചക്കൂട്ടൻ്റെ പരിപാടിയാണ് ഈ ചട്ടി പൊട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഷ്ടപ്പെട്ടാണ് ഞാൻ കഴിച്ചത്. കാരണം ആ സ്നാക്സ് എല്ലാം കൂടെ കൂട്ടി ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അനിയൻ വന്നപ്പോൾ തന്നെ. അപ്പോൾ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഞാൻ പുട്ടൊക്കെ കഴിച്ചു. പിന്നെ കുറേ ഏത്തക്കത്തൊലി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അരിഞ്ഞ് ചെടികൾക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തൊരു പണി, ആകാശമൂലം ഒന്ന് റെഡി ആക്കാണ്ടായിരുന്നു. അതിൽ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് ആ പന്തൽ അങ്ങോട്ട് പോരാ, കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള പടർന്നു പോകാനുള്ള സംവിധാനം വേണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാനൊന്നും കണ്ടില്ല. പിന്നെ കാറിൻ്റെ കവർ ഇങ്ങനെ കഴുകിയിടാൻ വേണ്ടിയിട്ട് ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഈ പേരമെന്നും അപ്പുറത്തെ പേരമെന്നും. അപ്പോൾ അതുമൊക്കെ തൽക്കാലത്തേക്ക് ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതായിരുന്നു പിന്നെ അടുത്തൊരു പണി. അതും കൂടെ കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം ഒതുങ്ങി. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക, കുളിക്കുക, പഠിക്കാനിരിക്കുക. അത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. കുറച്ചുള്ളത്രോ അതെല്ലാം കൂടെ ഞാൻ കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ പഠിക്കാനിരുന്നു. അതിനിടയിൽ നമ്മുടെ പൂച്ചക്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ശത്രു. അപ്പം അതിനെ ഇട്ട് അനിയൻ കൊഞ്ചിപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു, ഇതെൻ്റെ ചട്ടിയൊക്കെ പൊട്ടിക്കുകയാണ്, അതിനെ ഓടിപ്പിച്ചുവിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അനിയൻ അവിടെ പൂച്ചനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.